നിന്റെ സഹോദരനോട് വെറുപ്പ്. ജാതിയോ മതമോ വർണ്ണമോ വർഗമോ അല്ല ഇവിടെ പ്രത്യേകത. നിന്റെ സഹോദരൻ നിന്റെ അയൽവക്കത്ത് കിടക്കുന്ന നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ പുസ്തകമാണ് ബൈബിള്. അത് യേശു പറഞ്ഞതാണ്. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അങ്ങനെ പറഞ്ഞ് ഏതെങ്കിലും മറ്റൊരു പുസ്തകം ഉണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു. പ്രിയമുള്ളവരെ, ജാതി മത വർണ്ണ വർഗം വ്യത്യാസമില്ലാതെ, അതുപോലെ തന്നെ ഇവിടെ സ്കൂളുകൾ വന്ന സമയത്ത് ഇവിടെ നമുക്കറിയാൻ കഴിയും, എല്ലാ ജാതി മതത്തിനും ഒരുപോലെ ഒരു ബെഞ്ച് കൊണ്ടിരുന്ന് പഠിപ്പിക്കാൻ ആരാണ് അവർക്ക് ശക്തി കൊടുത്തത്? കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്ത ശക്തി കർത്താവ് യേശുക്രിസ്തുവിന്റെ ആത്മാവാണ്. യേശു പറയുന്നു, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവരെന്ത് ചെയ്യും? കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണണമെങ്കിൽ ഹൃദയശുദ്ധി ഉണ്ടാവണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഹൃദയശുദ്ധി വേണം. വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും, എൻ്റെ അയൽവക്കത്തുകാരനോട് വെറുപ്പും വിദ്വേഷമുള്ളവർ അവന് ദൈവത്തെ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പ്രിയമുള്ളവരെ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. എന്നാൽ ഇന്ന് പ്രിയമുള്ളവരെ, ഒരു മതത്തിലുള്ളവർ തമ്മിൽ ചിലപ്പോൾ എന്നാൽ അതുപോലെ തന്നെ ഒരു ജാതിയിൽപ്പെട്ട